JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. 2024 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അല്ലെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The maximum number of bits sufficient to represent an octal number in the binary format is. The maximum number of bits sufficient to represent an octal number in the binary format is. അതായത് ബൈനറി ഫോർമാറ്റിൽ ഒരു ഒക്ടൽ സംഖ്യയെ പ്രതിനിധീകരിക്കാൻ പര്യാപ്തമായ പരമാവധി ബിറ്റുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 8. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം എന്ന് ഒന്ന് ആലോചിച്ചേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, 3. അടുത്ത ക്വസ്റ്റ്യൻ. A computer program that acts as a bridge between the hardware and the user is known as. അതായത് ഹാർഡ്വെയറിനും ഉപയോക്താവിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? A computer program that acts as a bridge between the hardware and the user is known as. ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS. അടുത്ത ക്വസ്റ്റ്യൻ. Random access memory, RAM, that stores data bits in its memory as long as power is supplied is known as. അതായത് വൈദ്യുതി ലഭ്യമാക്കുന്നിടത്തോളം കാലം മെമ്മറിയിൽ ഡേറ്റാ ബിറ്റുകൾ സൂക്ഷിക്കുന്ന റാൻഡം ആക്സസ് മെമ്മറി റാം അറിയപ്പെടുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, എസ് റാം. എസ് റാം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Dash technology is widely used in the banking industry for processing checks. Dash technology is widely used in the banking industry for processing checks. അതായത് ഡാഷ് ചെക്കുകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് ബാങ്കിംഗ് വ്യവസായത്തിൽ സാങ്കേതിക വിദ്യ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഏത് സാങ്കേതിക വിദ്യയാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത് ചെക്കുകൾ പ്രോസസ്സ് ചെയ്യുന്നതിന്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ ഏതാണ്? MICR അല്ലേ, MICR ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which one is not a function of operating system? അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ്, താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, എക്സിക്യൂഷൻ ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. EPROM stands for. EPROM എന്നാൽ ഏതാണ്? EPROM ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് കറക്റ്റ് ആൻസർ? EPROM എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് അല്ലേ. ഏതാണ് ശരി ഉത്തരം? ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. EPROM stands for ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ. SIMM chip stands for. SIMM chips stands for. SIMM chip stands for എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 4 ഏതാണ് ഉത്തരം? SIMM chips stands for ഏതാണ്? സിംഗിൾ ഇൻ ലൈൻ മെമ്മറി മൊഡ്യൂൾ. സിംഗിൾ ഇൻ ലൈൻ മെമ്മറി മൊഡ്യൂൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following is not an input device?
അതായത് താഴെ പറയുന്ന ഏതാണ് ഒരു ഇൻപുട്ട് ഉപകരണം അല്ലാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഒരു ഇൻപുട്ട് ഉപകരണം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മോണിറ്റർ ആണ് അല്ലെ. മോണിറ്റർ ആണ് ഒരു ഇൻപുട്ട് ഉപകരണം അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഡിവൈസസ് ആർ യൂസ്ഡ് ടു റീഡ് പിൻ കോഡ്സ് ഇൻ പോസ്റ്റൽ സർവീസസ് ആൻഡ് റീഡിംഗ് ഓഫ് പാസഞ്ചർ ടിക്കറ്റ്സ്. അതായത് ഡാഷ് തപാൽ സേവനങ്ങളിലെ പിൻകോഡുകൾ വായിക്കുന്നതിനും യാത്രക്കാരുടെ ടിക്കറ്റുകൾ വായിക്കുന്നതിനും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ഏതാണ് അങ്ങനെ ഉപയോഗിക്കുന്ന ഉപകരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാഷ് devices are used to read pin codes in postal services and reading of passenger tickets. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് അല്ലേ കറക്റ്റ് ആൻസർ. OCR ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് ഫാസ്റ്റർ ക്യാഷെ മെമ്മറി ഓർ റാം? അതായത് ക്യാഷെ മെമ്മറിയോ റാമോ ഏതാണ് വേഗമേറിയത്? ഏതാണ് വേഗമേറിയത്? ക്യാഷെ മെമ്മറി ആണോ അതോ റാം ആണോ? വിച്ച് വൺ ഈസ് ഫാസ്റ്റർ? ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ക്യാഷെ മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ. What can be used to insert an image behind the content of the page in a Word document? അതായത് ഒരു വേർഡ് ഡോക്യുമെന്റില് പേജിന്റെ ഉദ്യോഗത്തിന് പിന്നിൽ ഒരു ചിത്രം ചേർക്കാൻ എന്ത് ഉപയോഗിക്കാം? എന്ത് ആണ് ഉപയോഗിക്കുന്നത്? ഒരു വേർഡ് ഡോക്യുമെന്റിലെ പേജിന്റെ ഉള്ളടക്കത്തില് പിന്നില് ഒരു ചിത്രം ചേർക്കാൻ എന്ത് ഉപയോഗിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഉപയോഗിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. വാട്ടർ മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. How can we make a selected text bold in MS Word? അതായത് ഒരു MS Wordല് തിരഞ്ഞെടുത്ത ഒരു വാചകം എങ്ങനെ നമുക്ക് ബോൾഡ് ആക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 Ctrl+B, 2 ഹോം ടാബ് ഫോണ്ട് ബോൾഡ്. ഈ രണ്ടെണ്ണം ശരിയാണോ അതോ ഒന്ന് മാത്രമേ ശരിയുള്ളൂ അതോ 2 മാത്രമേ ശരിയുള്ളൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി ഉത്തരം? both 1 and 2 രണ്ടും ശരിയാണ് അല്ലേ. How can we make a selected text bold in MS Word? Ctrl+B, home tab, font bold. അപ്പോൾ രണ്ടും ശരിയാണ് അല്ലേ. both 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. Which feature aligns text to both the left and right margins by adding extra space between words as necessary? അതായത് ആവശ്യമെങ്കിൽ വാക്കുകൾക്കിടയിൽ അധികം സ്ഥലം ചേർത്ത് ഇടതും വലതും മാർജിനുകളിലേക്ക് വാചകം വിന്യസിക്കുന്ന സവിശേഷത ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which feature aligns text to both the left and right margins by adding extra space between words as necessary? ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് അല്ലേ. ജസ്റ്റിഫൈ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഷോർട്ട്കട്ട് കീ ഫോർ ക്രിയേറ്റിംഗ് എ ന്യൂ MS Word ഡോക്യുമെന്റ് ഈസ്. അതായത് ഒരു പുതിയ MS Word ഡോക്യുമെന്റ് സൃഷ്ടിക്കുന്നതിനുള്ള ഷോർട്ട്കട്ട് കീ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷോർട്ട്കട്ട് കീ ഫോർ ക്രിയേറ്റിംഗ് എ ന്യൂ MS Word ഡോക്യുമെന്റ് ഈസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് അല്ലേ. Ctrl+N. അടുത്ത ക്വസ്റ്റ്യൻ. The symbol used to lock the cell reference in MS Excel is. അതായത് MS Excel സെൽ റെഫറൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിഹ്നം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.